ഞങ്ങളിന്ന് തുടങ്ങാമല്ലേ? പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും നിലയും ഇന്നുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി. എന്നാൽ പോലും ഔദ്യോഗികമായ ഒരു അനൗൺസ്മെൻറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ പ്രതിനിധികളായി മത്സരിച്ച് നിയമസഭാംഗങ്ങളായ ഞങ്ങൾ രണ്ടുപേരും, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയും ഞാനും, പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയിൽ ലയിച്ചു ചേരുന്നതായി ഇന്ന് നിയമസഭാ സ്പീക്കർ ശ്രീ എം ശംഷീറിന് കത്ത് നൽകി കഴിഞ്ഞു എന്ന വിവരമാണ് അറിയിക്കുന്നത്. ജനതാദൾ പാർട്ടിയുടെ ഔദ്യോഗികമായ ലയന സമ്മേളനം 17-ാം തീയതി ശനിയാഴ്ച എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. തീരുമാനമെടുക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ജനതാദൾ എന്ന പാർട്ടി നേരത്തെ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിനെയും BJPയും എതിർക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യത്ത് നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിച്ചത്. കോൺഗ്രസിനെ എതിർത്തുകൊണ്ടാണ് 1977 ജനതാ പാർട്ടി രൂപീകരിച്ചത്. അതിനുശേഷം 91 ഗവൺമെൻറ് കാലത്ത് ആഗോളീകരണ സാമ്പത്തിക നയങ്ങൾ, കുത്തകളെ സഹായിക്കുന്ന, മൂലധന ശക്തികളെ സഹായിക്കുന്ന സാമ്പത്തിക നയങ്ങൾ, ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയുണ്ടായിരുന്നതുകൊണ്ട് വലിയ തോതിൽ ആ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാം UPA ഗവൺമെൻറ് കാലത്ത് കൂടുതൽ തീവ്രമായി നയങ്ങൾ നടപ്പിലാക്കി. ഏതാണ്ട് ആ നയങ്ങൾ തന്നെയാണ് സാമ്പത്തിക രംഗത്ത് കുറച്ചുകൂടി തീവ്രമായി BJP നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് നയങ്ങളുടെ കാര്യത്തിൽ BJPയും കോൺഗ്രസിനെ എതിർക്കണം. അതേസമയം തന്നെ BJP ഉയർത്തുന്ന വർഗീയ വിഷയങ്ങളും ചെറുക്കപ്പെടേണ്ടതാണ്. മതേതര ഇന്ത്യ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനതാദളിൻ്റെ 2022 സെപ്റ്റംബറിൽ ചേർന്ന സമ്പൂർണ്ണ ദേശീയ സമ്മേളനം ഒരു രാഷ്ട്രീയ പ്രമേയം പാസാക്കി. BJP വിരുദ്ധ കോൺഗ്രസ് ഇതര കക്ഷികളുടെ ഏകീകരണമാണ് ഇന്ത്യ രാജ്യത്ത് ആവശ്യം. ദേശീയ സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് ഞാനായിരുന്നു. ഏകകണ്ഠമായി ആ പ്രമേയം ദേശീയ സമ്മേളനം പാസാക്കിയതാണ്. ആ പ്രമേയത്തിലെ സത്തയ്ക്ക് വിരുദ്ധമായി BJPയോടൊപ്പം ചേർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക സംസ്ഥാനത്ത് മത്സരിക്കുകയും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ പങ്കാളിയാകുകയും ചെയ്ത ജനതാദൾ കർണാടക ഘടകത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സമിതിയുടെ തീരുമാനത്തെ കേരളത്തിലെ പാർട്ടി സമ്പൂർണ്ണമായി യോജിച്ച് ഏകകണ്ഠമായി തള്ളിക്കളഞ്ഞതാണ്. നേരത്തെ സ്വീകരിച്ച നയങ്ങളിൽ, നിലപാടുകളിൽ തന്നെ നിലനിൽക്കണം എന്ന ഒരു ആഗ്രഹം കേരളത്തിലെ പാർട്ടി പ്രഖ്യാപിച്ചു. ഉചിതമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തെ സംസ്ഥാന നിർവാഹക സമിതി ചുമതലപ്പെടുത്തിയ അനുസരിച്ച് തീരുമാനം ചെയ്ത് പുതുതായി ഒരു പാർട്ടി രൂപീകരണം നടന്നു. ഞങ്ങൾക്ക് പുതിയ പാർട്ടിയിൽ അങ്ങനെ ചേരാൻ കഴിയില്ല. അതുകൊണ്ടാണ് സാങ്കേതികമായ ചില കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളല്ലാത്ത ഞങ്ങളുടെ പാർട്ടി സിമ്പതൈസേഴ്സ് ആയ ആളുകൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടി, അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ അല്പം വൈകി. 2024 അപേക്ഷ കൊടുത്തിട്ട് വൈകിയതുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തു. ആ റിട്ട് പെറ്റീഷൻ അനുസരിച്ച് 2 മാസത്തിനകം തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ സമയത്തും തീരുമാനം എടുക്കാഞ്ഞപ്പോൾ കോടതി അലക്ഷ്യ ഹർജി കൊടുത്ത് നവംബർ മാസം 20-ാം തീയതി രാത്രിയിലാണ് രജിസ്ട്രേഷൻ പൂർണ്ണമായത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 21 ആയതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ ആയിട്ട് തന്നെ മത്സരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ആ പാർട്ടിയിൽ ചേരുകയാണ്. ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ എല്ലാം പാലിച്ചുകൊണ്ട് 29A പ്രകാരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുമ്പാതെ പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടിയാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ.
ആ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി തുടരും. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച BJP വിരുദ്ധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഇടം ദേശീയ തലത്തിൽ ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ തുടരും. ഇന്ന് രാവിലെ സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകി ഈ ലയനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുകയാണ്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരും അറിയാമല്ലോ. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഫിറോസ് ലാൽ LDFൻ്റെ ജില്ലാ കൺവീനർ കൂടിയാണ്. അദ്ദേഹവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ചർച്ച ഇപ്പം ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. വളരെ അധികം നാളുകൾ ആ ചർച്ച നടന്നിരുന്നു. അത് ദേവഗൗഡ ജനതാദൾ എസിൻ്റെ ദേശീയ പ്രസിഡന്റായി ഇടതുപക്ഷ നിലപാടിനൊപ്പം നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആ ചർച്ച നടന്നിരുന്നത്. 2023 ആ ചർച്ച അവസാനിച്ചതാണ്. ഇപ്പം ചർച്ചയൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ സംസ്ഥാന നേതൃസമിതി ചർച്ച ചെയ്ത് ഏകണ്ഠമായി എടുത്ത തീരുമാനമാണ്. അതിനുശേഷം എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതിന് അനുകൂലമായ തീരുമാനം എടുത്ത് തന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രമല്ല, ജനാധിപത്യ സോഷ്യലിസം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ജനതാദൾ എസിൽ ഇപ്പം സജീവമല്ലാത്ത ആളുകൾ കൂടി ഈ പുതിയ പാർട്ടിയിൽ ചേർന്ന് ഞങ്ങളോടൊപ്പം ചേരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ സോഷ്യലിസം എന്ന വാക്കിപ്പോൾ ഒരു തീരെ ഫാഷനില്ലാത്ത വാക്കായി ചിലരൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആഗോളീകരണ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മുടെ മൂല്യബോധത്തിൽ നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ജനാധിപത്യ സോഷ്യലിസം എന്ന ആശയം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യസ്തമായി കോൺഗ്രസും BJP നടപ്പിലാക്കുന്ന നയങ്ങൾക്ക് എതിരായുള്ള ഒരു കൃത്യമായ ജനാധിപത്യ സോഷ്യലിസത്തിൻ്റെ മാർഗം അതിന് ഇന്ത്യയിൽ ഇന്നും പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ജനതാദൾ എസിലുണ്ടായിരുന്നവർ മാത്രമല്ല, ഈ ആശയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന എല്ലാ ആളുകളും ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സീറ്റ് ചർച്ചയിലേക്ക് ഈ ഘട്ടത്തിൽ പോകാറായില്ലല്ലോ. RJDയിൽ പല ആളുകൾ പോയിട്ടുണ്ട്, ചില ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. RJDയിൽ നിന്ന് പല ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിർജ്ജീവമായി നിൽക്കുന്ന നിരവധി ആളുകളെ സജീവമാക്കാൻ, പ്രത്യേകിച്ച് ഈ BJPയുമായി ബന്ധമുണ്ടാക്കിയതിൻ്റെ പേരിൽ അത്ര സജീവ രാഷ്ട്രീയം ഏതാണ്ട് ഉപേക്ഷിച്ച് മട്ടി നിൽക്കുന്ന നിരവധി ആളുകളെ സജീവമാക്കാൻ ഈ പുതിയ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. സീറ്റ് ചർച്ചകളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഇതുവരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു ഘടകത്തിലും ആരും ഇതുവരെ വിയോജിപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ പുതുതായി രൂപീകരിക്കുന്ന ഒരു പാർട്ടിയിൽ ചേരണമെന്ന് ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആശയപരമായൊരു വ്യക്തതയോടുകൂടിയാണ്, വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ്, സംഘടനാപരമായ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു നിലപാടിലേക്ക് പോകുന്നത്. എല്ലാവരും ഒപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ നമുക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ചില ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഈ പാർട്ടിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴയ ജനതാദൾ എസിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ജനതാദൾ എസ് എടുത്ത നിലപാടിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ നേരത്തെ ഒരു സംവിധാനം ഒരുക്കി ബദൽ ജനതാദൾ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങൾ അതിനോട് യോജിച്ചില്ല. അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ അവരെയും ഞങ്ങൾ ഈ മുന്നേറ്റത്തിൽ ഭാഗവാക്കാക്കും. കോളം സീറ്റല്ല, 140 സീറ്റിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണമല്ലോ. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഞങ്ങൾ പോയിട്ടേ ഇല്ല. നിങ്ങൾ ഒരു സീറ്റിൽ മാത്രം നിൽക്കാതെ 140 സീറ്റുണ്ട്. അത് ഏതൊക്കെ സീറ്റ് മത്സരിക്കും, എവിടെയൊക്കെ മത്സരിക്കില്ല എന്നൊന്നും തീരുമാനിക്കാറായില്ലല്ലോ. അത് അദ്ദേഹമല്ല പറയേണ്ടത്, പാർട്ടിയാണ് പറയുന്നത്. അത് അദ്ദേഹമല്ല പറയേണ്ടത്, അത് പാർട്ടിയാണ് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാണും. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വകാര്യമായി പറഞ്ഞോട്ടെ. അദ്ദേഹം മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം പാർട്ടി പറഞ്ഞോട്ടെ.
എല്ലാ ജില്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്തിട്ടുണ്ട്, സംസ്ഥാന നിർവാഹക സമിതി ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അനുകൂലമായി തീരുമാനങ്ങൾ അതാത് സ്ഥലത്ത് പ്രാദേശികമായി വാർത്തകൾ കൊടുത്തിട്ട് 14 ജില്ലാ കമ്മിറ്റികളും ഇതിനോട് ആഭിമുഖ്യം പുലർത്തി തീരുമാനിച്ചു, ഏകണ്ഠമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പങ്കെടുക്കാതെ വേറെ എവിടെയും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. ചില ആളുകൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും, പക്ഷേ നമുക്ക് ഈ ഒരു മുന്നേറ്റത്ത് നമുക്ക് താത്തു വെക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടി വിലയിരുത്തൽ നടത്തിയതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ കഴിഞ്ഞ LDF യോഗത്തിൽ തന്നെ ആമുഖമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വിശദമായ ചർച്ച പിന്നീടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ ആ LDF യോഗത്തിൽ ചർച്ച ചെയ്തതിന് മുമ്പ് ഞാൻ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില സൂചനകൾ കഴിഞ്ഞ യോഗത്തിൽ തന്നെ വെച്ചപ്പോഴാണ് എല്ലാ പാർട്ടികളും കൂടി ചർച്ച ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ LDFിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു ഉചിതമാവില്ലല്ലോ. ഏതിന്? ഇല്ല, അങ്ങനെ വ്യവസ്ഥകളൊന്നുമില്ല. ഇപ്പോൾ വ്യവസ്ഥകളൊന്നും വെച്ചിട്ടില്ല. പുതുമുഖങ്ങളെ കിട്ടുകയാണെങ്കിൽ പുതുമുഖങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കും. ഞങ്ങൾ അന്വേഷിക്കുക, ഏതൊക്കെ സീറ്റാണ് കിട്ടുന്നതെന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെയുള്ള സാധ്യതകൾ പരിശോധിച്ച് നോക്കും. ടേം വ്യവസ്ഥകളില്ല. ആ തലത്തിലുള്ള ചർച്ചയിലേക്ക് പോയില്ല. ഇനി ISTയുടെ കമ്മിറ്റി കൂടിയിട്ടാണല്ലോ ഞങ്ങൾ പുതിയ 17-ാം തീയതി കഴിഞ്ഞാലല്ലേ പുതിയ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൻ്റെ കമ്മിറ്റികൾ നിലവിൽ വന്ന് കൂടി ചർച്ച ചെയ്തതിന് ശേഷം വേണം സീറ്റുകൾ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ പോകാൻ. അന്ന് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ, ഈ ചില ആളുകളിൽ ഞങ്ങളുടെ അനുഭാവികളായ കൃത്യമായി ഞങ്ങളുടെ പാർട്ടി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകൾ ചേർന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷന് വേണ്ടി 1.5 കൊല്ലത്തിൽ അധികം 2 കൊല്ലത്തോളം എടുക്കേണ്ടി വന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ കാട്ടിയ മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. വലിയ തോതിലുള്ള, പക്ഷേ ഒരു വസ്തുതയുണ്ട്. 2025 ഞാൻ അറിഞ്ഞിടത്തോളം, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്, 2 പാർട്ടികൾക്ക് മാത്രമേ ഇന്ത്യ രാജ്യത്ത് പുതിയ രജിസ്ട്രേഷൻ കൊടുത്തുള്ളൂ. തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടിക്കും ഈ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന ഈ പാർട്ടിക്കും മാത്രമേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുതുതായി രജിസ്ട്രേഷൻ കൊടുത്തുള്ളൂ എന്നാണ് എൻ്റെ അറിവാണ്. കൃത്യമായി പറയാൻ ഞാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, നിരവധി പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തു. ഞങ്ങൾ പുതുതായി സ്വീകരിക്കുന്ന ചിഹ്നം, അല്ല പതാക ചിഹ്നത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചക്രമാണ് ചോദിച്ചത്. ജനതാദളിൻ്റെ പഴയ ചിഹ്നം കിട്ടുമെന്നറിയില്ല, പക്ഷെ പതാകയിലെ ചിഹ്നം വ്യത്യസ്തമാണ്. പതാക പൗതി പച്ചയും പൗതി വെള്ളയുമായുള്ള പതാകയാണ്. നേരത്തെ ഉള്ളത് 3 ഭാഗം, 2 ഭാഗം പച്ചയും നടുക്ക് വെള്ളയും, അതിൽ ചിഹ്നവുമായിരുന്നു. ഇത്തവണ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഭാഗം പച്ചയും രണ്ടാമത്തെ ഭാഗം വെള്ളയും. ആ പച്ചയിൽ ഒരു ഗിയർ ചക്രത്തിനുള്ളിൽ ഇല, ഇതായിരിക്കും ഞങ്ങളുടെ പതാകയിലെ ചിഹ്നം. തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഇത് പച്ച നിറം കർഷകരെയും പ്രകൃതിയെയും സൂചിപ്പിക്കുന്നതാണ്. ഗിയർ ചക്രം തൊഴിലാളി വർഗത്തെയും വ്യവസായത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇല കൃഷിയും പരിസ്ഥിതിയും ഗ്രാമീണ ഇന്ത്യയും. വെളുപ്പ് സമാധാനവും സത്യവും. അങ്ങനെ ഈ പതാക കർഷക തൊഴിലാളി ഐക്യം, സോഷ്യലിസ്റ്റ് ആശയധാര, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ അടയാളപ്പെടുത്തുന്ന ഒരു പതാകയാണ് ഞങ്ങൾ പതാകയായി സ്വീകരിക്കുന്നത്. പാർട്ടി ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ചു തരേണ്ടത്. അത് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസിൻ്റെ തന്നെ പതാകയിലെ ചിഹ്നം ചർക്കയാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ്. അപ്പം പതാകയിലെ ചിഹ്നവും തെരഞ്ഞെടുപ്പ് ചിഹ്നവും മാറാം.